ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല രാത്രിയാമത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇംഗ്ലീഷ് പ്രയർ ഫെലോഷിപ്പിൻ്റെ മീറ്റിങ്ങിൽ ഒരു മെമ്പറായി നിങ്ങളോടൊപ്പം ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം ലഭിച്ചത് ക്രിസ്തുയേശുവിൽ വളരെ ഭാഗ്യമായി കാണുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. മീറ്റിംഗ് വളരെ അനുഗ്രഹമായി ലീഡ് ചെയ്തുകൊണ്ട് താൽബഹുമാനി ദൈവദാസി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾക്കെല്ലാം വളരെ സന്തോഷത്തോടാണ്, വളരെ പ്രത്യാശയോടുകൂടിയാണ്. ശമൂവേൽ പുസ്തകം വായിക്കുമ്പോൾ അവിടെ കോറിന്റെ നിയമപ്രകാരം വളരെ ശമൂവേൽ പുസ്തകം എടുക്കേണ്ട, വളരെ പ്രത്യാശയോടുകൂടി ശുശ്രൂഷ ചെയ്യുന്ന ഏലി പുരോഹിതനെ കാണുന്നു. ആ ഏലി പുരോഹിതന്റെ കൂടെ താമസിക്കുന്ന ശമൂവേൽ ബാലൻ രാത്രിയുടെ യാമത്തിൽ ആരോ വിളിച്ച വിളി കേട്ടിട്ട് പ്രതികരിക്കാൻ കഴിയാതെ ഏലിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമ്പോ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോ, ഇനി ആരെങ്കിലും എന്നോട് സംസാരിച്ചതിന് വിളിച്ചാൽ യഹോവേ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞ് ആ ശബ്ദത്തോടൊന്ന് പ്രതികരിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ നിമിഷം വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി ദൈവവചനത്തോട് പ്രതികരിക്കുന്നവരോടാണ് ദൈവത്തിന് സംസാരിക്കാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൽ വളരെ പ്രസിദ്ധരായിരിക്കുന്ന ദൈവഭക്തന്മാർക്കും ഈ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനയുടെ പോരാളികളായി ക്രിസ്തുയേശുവിൽ വളരെ പ്രസിദ്ധരായിരിക്കുന്ന ദൈവദാസിമാർക്കും, മീറ്റിംഗ് വളരെ പ്രത്യാശ ലീഡ് ചെയ്യുന്ന ദൈവദാസിക്കും, അതുപോലെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച വർഷിപ്പ് ലീഡ് ചെയ്ത ദൈവത്തിനൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിലെ മുഖം കാണുവാൻ കഴിയുന്നവർക്കും കാണാൻ കഴിയാത്തവർക്കായ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം എന്ന് അറിയിക്കുന്നു. ഇന്ന് രാത്രി അല്പനിമിഷം മാത്രം ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണേ എന്ന വളരെ പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള ചെറിയ 2, 3, 4 വാക്യങ്ങൾ വായിക്കാം. പുസ്തകം തുറക്കുവാൻ യോഗ്യനാരെയും കാണായ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞപ്പോൾ മൂപ്പന്മാരിൽ ഒരുവനോട് കരയേണ്ട യോഹന്നാൻ എന്ന് പറയുന്ന ആ വാക്യം വരെ വായിച്ച് ആർക്കെങ്കിലും ശബ്ദമെടുത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കുക, അല്ലെങ്കിൽ ഞാൻ വായിക്കും. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെയും കണ്ടു. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായ കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ദൈവത്തിന്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് വല്ലാത്തൊരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അതിന്റെ ആധികാരികമായി പഠിപ്പിക്കാതെ ആവലാതിയോടുകൂടി വരുന്നവരെ വളരെ സന്തോഷിപ്പിച്ച് അവരെ അനുഗ്രഹങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കും. അവർക്ക് വലിയ സന്തോഷമാവും, കൈയൊക്കെ അടിക്കും, ഒന്ന് വളരെ നാർത്തോടു കൂടിയൊക്കെ സ്വോത്രമൊക്കെ പറയാൻ അവരെ സന്തോഷിപ്പിക്കുന്ന, അവർക്ക് നന്മയുണ്ടാകുന്ന
ഭൗതിക നന്മകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അനുഗ്രഹത്തിന്റെ മെസ്സേജുകൾ പറയുന്ന ഒരു കാലഘട്ടമാണ്. ദൈവവചനം അതിനെ ആധികാരികമായി പഠിപ്പിച്ച് ഒരുവനെ ക്രിസ്തുവേശിൽ പൂർണ്ണനാക്കി നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി തീർക്കുക എന്നുള്ളതാണ് ഒരു ദൈവവൈതലിന്റെ, ഒരു സുവിശേഷകന്റെ, ഒരു ദൈവദാസിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ദൗത്യം എന്നുള്ളത് മറന്നുപോയ കാലഘട്ടം. നമ്മുടെ കാലഘട്ടത്തിൽ പെട്ടെന്ന് വളരെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകാരൊന്നുമല്ല, വലിയ കൺവെൻഷൻ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വലിയ സഭകളുടെ ഉടമകളൊക്കെ വളരെ തന്ത്രപരമായിട്ടാണ് ഈ കാലങ്ങളിൽ ദൈവം സൃഷ്ടിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും ഡേയ്സ്, ഗ്രേസ്, ദാനിയേൽ, റെഫറൻസ് ബൈബിൾ, ഓപ്പൺ ബൈബിൾ, അങ്ങനെ ബൈബിളുകളെല്ലാം വായിച്ച് അതിൽ നൊത്തുവാക്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് പ്രസംഗം കുത്തിയിരുന്ന് തയ്യാറാക്കി വലിയ ഞാൻ ഈ പേപ്പറിൽ പ്രസംഗമൊന്നും എഴുതിയിട്ടിരിക്കുന്നില്ല, ആ വലിയ പ്രസംഗം എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വന്ന് പറയുകയാണ് ഞാനിപ്പോ ദൂത് കൈമാറുക. അപ്പൊ ദൂത് കൈമാറുക എന്നൊക്കെ പറയുമ്പോ ഒരു വലിയ സന്തോഷം. പെട്ടെന്ന് പ്രസംഗത്തിനിടെ ദൂത് കൈമാറുക. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചെറിയുകയും ചെയ്യുന്നെന്നാൽ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു വലിയ സന്തോഷമുണ്ടാകും. എന്നാൽ ഇവിടെ അതൊന്നുമല്ല. വളരെ തന്ത്രപരമായ ആൾക്കാരെ വശീകരിക്കുവാൻ വേണ്ടി വശീകരണ രീതികൾ ഇപ്പോൾ കിട്ടിയതാണ്, ഇപ്പോൾ തന്നൊക്കെ പറഞ്ഞ് കൈമാറുക എന്നൊക്കെ പറയുമ്പോ ഇവിടെ എനിക്ക് നമ്മുടെ സഹോദരന്മാരൊക്കെ വലിയ വെപ്രാളത്തോടു കൂടി കൈയൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷം. ഒരു വല്ലാത്ത കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ദൈവദിനത്തിന്റെ ആധികാരിയിലേക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 66-ാമത്തെ പുസ്തകമാണ്. നമുക്കറിയാം വേദപുസ്തകം ആ പുസ്തകത്തിലൂടെ അവസാനിക്കുകയാണ്. വേദപുസ്തകത്തിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ചെയ്തത് കാനാവിലെ കല്യാണ വീട്ടിൽ അടയാളങ്ങൾ ആരംഭമായി അത്ഭുതം ചെയ്തു, അല്ലെങ്കിൽ അടയാളം ചെയ്തു. അത് ആരംഭമായിട്ടാണ്. ഇതുവരെയും ആരംഭിച്ചവ നിർത്തിയിട്ടില്ല. വേദപുസ്തകം ഉടനീളം 66 പുസ്തകം പഠിക്കുമ്പോഴും യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ നിർത്തിയിട്ടില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. അവൻ അത്ഭുതം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലും ഇന്ന് രാത്രിയിലും അത്ഭുതം ചെയ്യുവാൻ കഴിയും. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് തന്റെ ദാസനായിരിക്കുന്ന യോഹന്നാന് ദൂതൻ മുഖാന്തരം പ്രദർശിപ്പിച്ചു. ഇന്ന് രാത്രി വെളിപ്പാടിന്റെ അല്ലെങ്കിൽ ഉടയവൻ സർവശക്തനായ ദൈവം യേശു ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ യേശു ക്രിസ്തു നൽകിയ വെളിപ്പാട് നമുക്ക് വേണ്ടി നൽകുകയാണ്. ആ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾക്ക് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പാടില്ലാത്തവർക്ക് എന്താണ് സംഭവിക്കുന്നത്? വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ കെട്ടുപോകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വലിയ വെളിപ്പാടുണ്ടാകുന്നതിനോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ മുമ്പിൽ ഇതുവരെയും കാണാത്ത, ഇതുവരെ എന്റെ ശബ്ദം കേൾക്കാത്ത പ്രിയപ്പെട്ടവരാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ എന്നെ കുറിച്ച് ഒരു വലിയ വെളിപ്പാടുണ്ടായിരിക്കണം, ഒരു വിവേചനപരം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ ഏതാത്മാവിൽ പ്രസംഗിക്കുന്നു, അത് ഏതാത്മാവിൽ ശുശ്രൂഷിക്കുന്നു, എന്റെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ഒരു വലിയ വെളിപ്പാട് നിങ്ങൾ പ്രാപിച്ചിരിക്കണം. നിങ്ങളെ കുറിച്ചും എനിക്ക് ഒരു വെളിപ്പാടുണ്ടാകണം. ശമൂവേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ പ്രത്യേക കാര്യമുണ്ട്. ശമൂവേലിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന തലേരാത്രി സർവശക്തനായ ദൈവം ശമൂവേലിനോട് പറയുന്നു, നാളെ ഒരുവൻ നിന്റെ അടുക്കലേക്ക് വരും, ഇസ്രായേലിന്റെ സകല പ്രതീക്ഷയും അവനിലാണ് എന്ന് പറഞ്ഞാൽ നാളെ വരുന്നവൻ ഇസ്രായേലിന്റെ രാജാവാണ്. അതാണ് വെളിപ്പാട്. ഇന്ന് രാത്രി അപ്രകാരം വെളിപ്പാടുള്ള ദൈവമക്കൾ കൈയെ തട്ടിയെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാന് പ്രദർശിപ്പിച്ചു കൊടുക്കുക. ആ വെളിപ്പാട് പ്രാപിക്കുവാൻ എവിടം വരെ എത്തി എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടതാണ്.
പ്രൈസ് ദി ലോർഡ്. വേദോസ്തത്തില്ലാത്തൊരു കാര്യമാണ്. യോഹന്നാനെ തിളപ്പിച്ച് എണ്ണയിലിട്ടു. ആ എണ്ണയിൽ അദ്ദേഹം മരിച്ചില്ലെന്നൊക്കെ പറഞ്ഞ് വലിയ ശക്തി പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ അത് നമുക്ക് തെളിവായി പറയുവാൻ ഒരിടത്തും കാണുന്നില്ല. ചരിത്രത്തിന്റെ പുസ്തകത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രൈസ് ദി ലോർഡ്, എന്താണെങ്കിലും മരണത്തിന് കീഴ്പ്പെടാത്ത യോഹന്നാനെ രാഷ്ട്രീയ തടവുകാരനായി, രാജ്യദ്രോഹിയായി പത്മോസ് എന്ന ഏകാന്ത ദ്വീപിൽ പ്രൈസ് ദി ലോർഡ് ഇടുവാനിടയായി, കൊണ്ടയിടുവാനിടയായി, ഒരിക്കലും അവിടുന്ന് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു വലിയ 4 ദിക്കിലും അല്ലെങ്കിൽ 4 സ്ഥലത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പത്മോസ് എന്ന ദ്വീപിലേക്ക് പെട്ടെന്ന് ആർക്കും ചെല്ലുവാൻ കഴിയത്തില്ല. വലിയ ബോട്ടിൽ നിന്ന് പാറക്കെട്ടുകൾ പൊങ്ങി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് അവിടേക്ക് വലിയ ബോട്ട് ഇല്ലാത്തതുകൊണ്ട് ചെറിയ വള്ളത്തെ കയറ്റി അല്ലെങ്കിൽ ചെറിയ ബോട്ടിൽ കയറ്റി വേണം അവിടെ എത്തിക്കാൻ. ദുഷ്കരമായ കാര്യമാണ്. അതുകൊണ്ട് ആരും ഇവിടെ രക്ഷിക്കുവാൻ വരത്തില്ല. ഈ കല്ലിൽ ഇവിടുത്തെ പ്രത്യേകത, അവിടെ ആരെങ്കിലും ചെന്നാൽ മരണം കാത്തു നിൽക്കുന്ന പ്രൈസ് ദി ലോർഡ് കഴുകന്മാരെ കാണും. കഴുകന്മാര് ജീവനുള്ള വ്യക്തിയെ, ജീവനുള്ള മനുഷ്യനെ കല്ലിലിയോ തിന്നത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ കൊത്തി തിന്ന ശവന്തീനികളാണ്. നോക്കി നിൽക്കുന്ന കഴുകന്മാരും മറ്റ് ഹിംസന ജീവികളുമാണ്. കുറുക്കന്മാരുടെ കൂട്ടങ്ങൾ ഓരിയിടുന്ന പ്രൈസ് ദി ലോർഡ്, അതുപോലെ പാമ്പ്, ഇഴജന്തുക്കളെല്ലാമായി വളരെ ദുഷ്കരമായ ഒരു അവസ്ഥയിലേക്ക് യോഹന്നാനെത്തും. ഒരു വാക്ക് ആരോടും പറയുവാനില്ല. തന്റെ ഹല്ലേലൂയ ആശ്വാസത്തിന് ഒന്നും കാണാനില്ലാത്ത ഈ കഷ്ടതയുടെ തീച്ചൂളേക്ക് എത്തിയപ്പോൾ യോഹന്നാന് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് താൻ അറിയാത്ത ദിവസം തന്നിലേക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനകർത്താവ് പറയുന്നത്, തന്റെ പ്രിയനോ അത് അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ചോദിക്കാത്ത നിമിഷത്തിൽ, നീ വിചാരിക്കാത്ത സമയത്ത് നിന്റെ കയ്യിലേക്ക്, നിന്നിലേക്ക് ദൈവം തന്റെ കൃപ പകർന്ന് നിന്നെ മാനിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാനിൽ ലഭിക്കുകയാണ്. കഷ്ടതയുടെ തീച്ചൂളിലൂടെ കടന്നു പോകുന്ന കർത്താവിൽ ബഹുമാന്യ ദൈവദാസന്മാരെ, എന്റെ ഹല്ലേലൂയ സ്തോത്രം ഡിബേറ്റ്സിൽ കാണുന്ന ഹല്ലേലൂയ പ്രാർത്ഥന പോരാളികളായ പ്രിയ മാതാക്കളെ, സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഈ കഷ്ടത നിങ്ങളെ തകർക്കുവാനല്ല, ദൈവകൃപയുടെ അളവറ്റ ശക്തി നിന്റെ മൺകൂടാരത്തിലേക്ക് പകരുവാൻ വേണ്ടിയാണ്. വെള്ളി പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞ് ചില ജീവിതങ്ങളെ എഴുന്നേൽപ്പിക്കുവാനാണ്, ചില ജീവിതങ്ങളെ ശ്രവിക്കമാക്കുവാനാണ്, ചില ജീവിതങ്ങൾക്ക് ആശ്വാസം പകരാനാണ് ഈ കഷ്ടത നിന്റെ മൺകൂടാരത്തിൽ അനുഭവിക്കണമെന്ന് കഷ്ടത തീച്ചൂളിൽ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ടവരെ ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഈ നാളുകളിൽ ഹല്ലേലൂയ കീടം മാറിയ പൊന്നുപോലെ സ്വർഗ്ഗം നിന്നെ പുറത്തു കൊണ്ടിരുമ്പോൾ നിന്റെ നെവിൽ ഭൂതങ്ങൾ അലയോടുന്ന ആത്മീയ ശുശ്രൂഷ നൽകി ദൈവം നിന്നെ ആദരിക്കാൻ പോവുക. Praise the Lord. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് 1-ാം അധ്യായത്തിൽ അങ്ങനെയാണ് യോഹന്നാൻ പത്മോസ് എന്ന ഏകാന്ത ദ്വീപിൽ മരണം മുന്നിൽ കണ്ട താൻ ഭയപ്പെടുന്നത് മരണത്തെയാണ്. എപ്പോഴും തന്റെ പ്രാണൻ നഷ്ടപ്പെടാം. മരിച്ച് പത്മോസ് എന്ന ഏകാന്തമായ ദ്വീപിൽ മണ്ണോട് മണ്ണായി ചേരാമെന്ന് വിചാരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി തന്നോട് സംസാരിക്കുന്ന ഒരു നാദം കേൾക്കുവാൻ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അഗ്നിജാലക്കൊത്തല കണ്ണുള്ളവൻ, മാറത്ത് വൻകച്ചി അണിഞ്ഞവൻ, 7 നക്ഷത്രങ്ങളെ വലങ്കൈ പിടിച്ച നിലവിളക്കയുടെ നടുവിലുലാവുന്നവൻ, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ചിത്രം നിങ്ങൾ കിട്ടിയോ? കിട്ടിയവരൊന്ന് കൈ ഉയർത്തിക്കേ. അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ള, മാറത്ത് വൻകച്ചി അണിഞ്ഞവൻ, 7 നക്ഷത്രങ്ങളെ വലങ്കൈ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ ഉലാവുന്നവൻ, പ്രൈസലോ, അവന്റെ കണ്ണ് തീപ്പന്തം പോലെ, അവന്റെ കാലുകൾ ഉലയിച്ചുട്ട് പഴിപ്പിച്ച വെള്ളോട് സദൃശമായ ആ കർത്താവിനെയാണ് യോഹന്നാൻ കണ്ടത്. സ്തോത്രം. ഈ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പോലും അറിയാതെ അന്യദേവനെ സേവിക്കുന്നുണ്ട്. ഒരു സ്തോത്രമൊക്കെ പറഞ്ഞേ. അന്യദേവനെ അറിയാതെ സേവിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? ദൈവമക്കൾ സ്നേഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പരസ്പര സ്നേഹം. അടുത്ത തന്റെ സുഹൃത്തിനെ,
അല്ലെങ്കിൽ സഹോദരിയായ സുഹൃത്തിനെ, അല്ലെങ്കിൽ സഹോദര സുഹൃത്തെ, അല്ലെ അമ്മാവനെ, അല്ലെ മക്കൾക്ക് ഗുഡ് മോർണിംഗ് അയക്കുമ്പോ യേശുവിന്റെ പടം വെച്ചോണ്ട് അയക്കുന്നല്ലേ? യേശുവിന്റെ പടം വെച്ചുള്ള അയക്കത്തില്ലേ? സത്യത്തിൽ അത് യേശുവാണോ? ഒരിക്കലും യേശുവല്ല. ഏതോ ഒരു സിനിമാതന്റെ പടമാണ്. അയാൾ മരിച്ചുപോയതാണ്, മരിച്ചവനാണ്. ആ മരിച്ചവന്റെ ദൂതൻ ശക്തിയോടെ ഹല്ലേലൂയ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. അറിയാതെ അന്യദേവനെ നമ്മൾ സേവിക്കുക. യാക്കോബ് അറിയാതെ ഒരിക്കൽ പ്രൈസ് ദി ലോർഡ് തന്റെ മകനെ നമസ്കരിച്ചു. ഡയറക്റ്റ് ആയിട്ട് നമസ്കരിച്ചില്ല, ഇൻഡയറക്റ്റ് ആയിട്ട്. അല്ലെങ്കിൽ യാക്കോബ് ഒരിക്കൽ ഒരു ദർശനം കണ്ടു, കറ്റകളെല്ലാം തന്നെ നമസ്കരിക്കുന്നു, 12 കറ്റകൾ. അപ്പോ യാക്കോബിന് വലിയ സന്തോഷമുണ്ടായി. തന്റെ ഏകന എല്ലാം ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന തന്റെ മകൻ എന്താണ് അവന് വലിയ സഹോദരങ്ങളുടെ വലിയ മാനം കിട്ടിയല്ലോ, സന്തോഷിച്ചു. കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ വീണ്ടും ഒരു വെളിപ്പാട് വന്ന് പറയുകയാണ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു. പെട്ടെന്ന് അപ്പന് ദേഷ്യം വന്നു. നിന്റെ അമ്മയപ്പന്മാരായി ഞങ്ങൾ നിന്നെ നമസ്കരിക്കണമോ? കാലങ്ങൾ കടന്നുപോയി. അല്ലെങ്കിൽ ഈജിപ്തിൽ ക്ഷാമം വന്നു, അല്ലെങ്കിൽ ഇസ്രായേലിൽ ക്ഷാമം വന്നു. ഈജിപ്റ്റ് സമൃദ്ധിയായ ആഹാരമുണ്ട്. ആഹാരമില്ലാതെ സഹോദരങ്ങൾ ചെല്ലുമ്പോൾ ജോസഫ് ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങളുടെ അപ്പൻ സുഖമായിരിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. അവര് പറയുന്നു, നിന്റെ ദാസനായ അല്ലെങ്കിൽ നിന്റെ അടിമയായ ഞങ്ങളുടെ അപ്പൻ സുഖമായിരിക്കുന്നുണ്ടോ? നേരിട്ട് നമസ്കരിച്ചില്ല. നമ്മളും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അന്യദേവന്റെ അല്ലെങ്കിൽ മരിച്ചവന്റെ പടം വെച്ചുകൊണ്ട് യേശുവാന്ന് പറഞ്ഞ് അയക്കുക. നമ്മൾ നോക്കുന്ന വാക്യവും ഇതൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടങ്ങളാണ് വല്ലാത്തൊരു കാലഘട്ടങ്ങളിലൂടെ കടന്നു പോവുക. അതുകൊണ്ട് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കും ഒരു വാക്യം മാത്രം അയച്ചാൽ മതി. ഒരിക്കലും ഹല്ലേലൂയ യേശു എന്ന് പറഞ്ഞ ഹല്ലേലൂയ നല്ലൊരു വ്യക്തിയെ കുറിച്ചുള്ള പടം ഇടരുത്. അതല്ല യേശു. അതൊരു സിനിമാ നടനായിരിക്കാം, അല്ലെങ്കിൽ മറ്റു വരച്ചുണ്ടാക്കിയതായിരിക്കാം. യേശുവിന്റെ ചിത്രം കണ്ടില്ലേ? 7 നക്ഷത്രങ്ങളെ വലങ്കൈ പിടിച്ച് നിലവിളക്കയുടെ നടുവിലാവുന്ന അഗ്നിജാലക്കത്തുള്ള കണ്ണുള്ളവൻ. ഹല്ലേലൂയ. അവനെ ആർക്കും വരയ്ക്കുവാൻ കഴിയത്തില്ല. ആരുടെയും ക്യാൻവാസിൽ അവൻ ഒതുങ്ങത്തില്ല. ആർക്കും അവനെ വരച്ചൊതുപ്പാൻ കഴിയത്തില്ല. സൂര്യ തേജസ്സോട് കൂടി വിളങ്ങുന്ന അവനെ ഹല്ലേലൂയ ആരാധിക്കുവാൻ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ. ആ യേശുവിനെ കണ്ടപ്പോൾ യോഹന്നാൻ ഭയന്ന് വിറച്ചു നിൽക്കുന്നത് മരണത്തെ ഓർത്താണ്. ഈ പത്മോസിൽ ഒടുങ്ങി ഞാൻ ഇല്ലാതാകും. എന്റെ മണ്ണ് അല്ലെങ്കിൽ എന്റെ ശരീരമാകുന്ന മണ്ണ് ഈ മണ്ണോട് അലിഞ്ഞു ചേരുമെന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, യോഹന്നാനെ ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു. നീ ഭയപ്പെടുന്ന വിഷയത്തെ ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നു. നീ ഭയപ്പെടുന്നതിനെ ഞാൻ ജയിച്ചവനാണ്. നീ ഭയപ്പെടുന്നതിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ ഭയപ്പെടുന്ന വിഷയത്തിന്മേൽ എന്റെ യേശു ജയമെടുത്തവനാണ്. Praise the Lord. Praise the Lord. ഇതിനാണ് ഭയപ്പെടുന്നത്. എന്തിനെയാണ് ഭയപ്പെടുന്നത്? നിന്റെ കർത്താവ് ഹല്ലേലൂയ നീ ചെയ്യുന്ന നീ ഹല്ലേലൂയ ഭാരപ്പെടുന്ന ഏത് വിഷയത്തെ അധികരിക്കാൻ ഹല്ലേലൂയ ജയമെടുത്തവനാണ്. അവൻ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച ക്രൂശിച്ചു കൊണ്ട് ആടിയനാണ്. ഹല്ലേലൂയ. അവന്റെ നിമിത്തം സകല മുഴങ്കാലുകളും മടങ്ങുകയാണ്. ഹല്ലേലൂയ. ആ കർത്താവ് നിന്റെ ചാരെ നിൽക്കുമ്പോ എന്തിനാണ് ലോകത്തെ കണ്ട് ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ഭയം വേണ്ട. ഭയമില്ലാത്തവർ കാര്യങ്ങൾ തട്ടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. നിന്നോടുള്ള വാഗ്ദത്തം ഇതല്ലേ? നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരുവനും നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. പക്ഷെ ഒരു പ്രമാണമുണ്ട്. ഇത് പറഞ്ഞു നടന്നാ പോരെ കേട്ടോ. ഒരു പ്രമാണം, ഒരു വ്യവസ്ഥ വെച്ചിരിക്കുകയാണ്. മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പക്ഷേ നീ ഹല്ലേലൂയ ന്യായ പ്രമാണത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകരുത്. നിന്റെ കാലടി ഇടറുവാൻ ഇടയാകരുത്. വേറെ വഴിയെ നടക്കരുത്. നേരായ വഴിയെ നീ നടന്നാൽ ജീവകാലത്തൊരിക്കലും ഒരുവനും നിന്നെ മുമ്പിൽ നിൽക്കത്തില്ല. ഹല്ലേലൂയ. വചനത്തിന്റെ വിശുദ്ധിയിൽ ഹല്ലേലൂയ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവദാസനെ നിന്റെ മുമ്പിൽ ഒരു പ്രതികൂലം നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഒരു അശോർപ്പട നിൽക്കത്തില്ല. ഒരു ശത്രു നിൽക്കത്തില്ല. ഒരു പോരാട്ടങ്ങൾ നിൽക്കത്തില്ല. നിനക്ക് വേണ്ടി എന്റെ ദൈവം പ്രവർത്തിക്കുവാനിടയാകും. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ
യോഹന്നാനെ ധൈര്യപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭയപ്പെടേണ്ട, നീ ഭാരപ്പെട്ട വിഷയത്തെ, നീ ആകുലപ്പെട്ട വിഷയത്തെ, ഹല്ലേലൂയ, ഞാൻ അതിനെ ജയിച്ചവനാണ്. ഇന്ന് രാത്രി ചില ഭയമുള്ളവരുണ്ട്. ഇന്ന് രാത്രി ഭയത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയാം, ഈ ഭയത്തിന്റെ ആത്മാവേ, ഞാൻ അപ്പാ പിതാവേ എന്ന് വിളി. സ്വപുത്രന്റെ ആത്മാവിനെ പ്രാപിച്ചവനാണ്. നിനക്കെന്റെ ബലധികാരമില്ല. ഞാൻ ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഭയത്തിന്റെ ആത്മാവിനെ പുറത്താക്കുന്നു. ഏത് കാര്യത്തിൽ ഭയപ്പെടുന്നോ ആ ഭയത്തെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുക. ഹല്ലേലൂയ. പ്രാപിച്ച കൃപ ഒന്ന് വ്യാപാരം ചെയ്ത് ഇന്ന് രാത്രി പ്രാപിച്ച കൃപകളെ വ്യാപാരം ചെയ്യണം. അതിന് വലിയ ഭക്തിയൊന്നും വേണ്ട. നമുക്കറിയാം, ഏറ്റവും വലിയ ഭക്തിയുള്ള മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്ന, യേശു പറഞ്ഞ ഭൂമിയിൽ 3 പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്റെ ഭാഷയിലാണ് പറയുന്നത് കേട്ടോ, ഒരു സാധാ മലയാള ഭാഷയിൽ. ഒരാള് 5 താലന്ത് മേടിച്ചു, 5 താലന്ത് കൊടുത്തു. ഒരാൾക്ക് 2 താലന്ത് കൊടുത്തു, ഒരാൾക്ക് 1 താലന്ത് കൊടുത്തു. ആ വേദഭാഗം നിങ്ങൾ വായിക്കുമ്പോ ഈ 3 പേർക്കും താലന്തുകൾ കിട്ടി. അതിൽ ഏറ്റവും ഭക്തനായ വ്യക്തി ആരാണ്? ഏറ്റവും നന്നായിട്ട് ഈ താലന്ത് അല്ലെങ്കിൽ നാണയത്തൊട്ട് സൂക്ഷിച്ച വ്യക്തി ആരാണ്? നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ഞാൻ എന്നാൽ എൻ്റെ അറിവനുസരിച്ച് ഞാൻ പറയാം, 5 താലന്ത് കിട്ടിയ വ്യക്തിയല്ല, 3 താലന്ത് കിട്ടിയ വ്യക്തിയല്ല, 1 താലന്ത് കിട്ടിയ വ്യക്തിയാണ് ഏറ്റവും ഭക്തൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നീ വിതറാത്തുടത്തുനിന്ന് ശേഖരിക്കുന്ന മനുഷ്യനാണ്. നീ വിതയ്ക്കാത്തുടത്തുനിന്ന് കൊയ്യുന്ന മനുഷ്യനാണ്. നീ ആരാണ്? കഠിന മനുഷ്യന്ന് ഞാൻ അറിയാണ്. അപ്പോൾ അവൻ യജമാനനെ കുറിച്ചുള്ള വെളിപ്പാട് കണ്ടോ? വിതയ്ക്കാത്തുടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തുടത്തിൽ ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യന്ന് ഞാൻ അറിയുകൊണ്ട് നീ എനിക്ക് നൽകിയ കാര്യം ചെയ്തു. ആ നാണയത്തൊട്ട് ഞാൻ ചെളി പിടിക്കാതെ, അഴുക്ക് പറ്റാതെ, റൂമാലി പൊതിഞ്ഞെന്ത് ചെയ്തു? കുഴിച്ചിട്ടു. അവനുള്ള ഏറ്റവും വിശുദ്ധി. അവനെ കിട്ടിയ ആ പ്രൈസുള്ള നാണയത്തൊട്ടിൽ ചെളി പറ്റിച്ചോ? എന്നാൽ 5 കിട്ടിയവൻ പഴമ്പാട്ടയൊക്കെ വിറ്റ് ആക്രി കച്ചവടമൊക്കെ നടത്തി അവൻ 5 നാണയം കൂടെ നേടി. പ്രൈസ് ദി ലോർഡ്. അല്ലെ 2 കിട്ടിയവൻ 2 കൂടെ നേടുവാനിടയായി. വലിയ ഭക്തിയും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അവന് വിശുദ്ധിയൊന്നും പറഞ്ഞില്ല. അവനെ കൊടുത്ത താലന്ത് അവൻ വ്യാപാരം ചെയ്യുവാനിടയായി. മറ്റൊരു വലിയ വെളിപ്പാടാ പറയുന്നത്, വലിയ വിശുദ്ധിയാണ് പറയുന്നത്. വലിയ ദൈവത്തെ കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട് വലുതാ. ഭയമാണ് അവന്. പ്രൈസ് ദി ലോർഡ്. അവനൊന്നും നേടിയില്ല. ഹല്ലേലൂയ. ഇരുട്ടിലേക്ക് അവന്റെ കൈകാലുകൾ ബന്ധിച്ച് വലിയ ഭയം മറന്നവനെ, ഹല്ലേലൂയ, ദൈവം കൊടുത്ത താലന്ത് വ്യാപാരം ചെയ്യാത്തവനെ അവനെ ഇരുട്ടിലേക്ക് തള്ളിയിടുവാനിടയായി, ബന്ധിക്കപ്പെട്ടവനായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകാം. ഹല്ലേലൂയ. 1-ാം അധ്യായം ഹല്ലേലൂയ യേശുവോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നീ എന്നോട് കേട്ടത്, ഹല്ലേലൂയ, ആസിയയിലുള്ള 7 സഭയെ കുറിച്ച് ദൂത് എഴുതുവാൻ പറഞ്ഞല്ലേ, ആ ദൂത് അവന് കൊടുക്കുകയാണ്. 1-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനായി സംസാരിക്കുകയും, ഹല്ലേലൂയ, ദർശനവും, ഹല്ലേലൂയ, സ്തോത്രം, തുടർന്ന് ദൈവികമാകുന്ന, ഹല്ലേലൂയ, വചനത്തിന്റെ ആ ദൈവസഭയ്ക്കുള്ള ദൂതാണ് 2-ാം അധ്യായത്തിലേക്ക്. 1-ാം അധ്യായത്തിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ദൈവജനവാദ കയ്യിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. 7 നക്ഷത്രങ്ങൾ 7 സഭയിലെ മൂപ്പന്മാരാണെന്ന് പറയുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവമക്കൾ ആരുടെ കരങ്ങളായിരിക്കുന്നത്? ഇന്ന് രാത്രി ഞാൻ ഡിവേഴ്സിൽ കാണുന്നതും കാണാത്തതുമായിരിക്കും ദൈവദാസനെ അങ്ങിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ യേശുവിന്റെ ഉള്ളം കയ്യിലാണ്. ഈ ലോകത്തിലെ ഒരു അദൃശ്യ ശക്തിക്കും ഒരന്ധകാരത്തിനും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രാർത്ഥനയുടെ പോരാളികളായ കർത്താവിൽ ബഹുമാന്യ ദൈവദാസിമാരെ, നിങ്ങൾ ആറവക്കലാണ് എനിക്കറിയാമോ? എന്റെ യേശുവിന്റെ ഉള്ളം കയ്യിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ബാധയും നിന്റെ കൂടാരത്തെ അടുക്കില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല, ഒരു ബാധയോട് അടുത്ത് വരത്തില്ല. ഹല്ലേലൂയ. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ ബാധിക്കയില്ല. പ്രൈസ് ദി ലോർഡ്.
ജീവാനുഗമവിടെ വിലവിധമല്ല, വൈഡരാതിരകമവിടമല്ല. എന്നാൽ ചില പ്രിയപ്പെട്ടവര് ചന്ദ്രൻ ബാധിക്കുന്നവരുണ്ട് കേട്ടോ, തളർന്നു വീഴുന്നവരുണ്ട് കേട്ടോ, ചില ദൈവമക്കളുണ്ട് കേട്ടോ. രാത്രിയുടെ യാമങ്ങളിൽ അല്ലെങ്കിൽ അലച്ചിറങ്ങി വീഴുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് അസ്തനാരികമവിടെ വിലവിധമല്ല, ജാനാരികമവിടമല്ല, പ്രഭാതത്തിൽ സൂര്യനെ നോക്കുവാൻ കഴിയാതെ വണ്ണം ശരീരത്തിന് ക്ഷീണവളമാകുന്ന ചില പോരാട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഈ കാലങ്ങളിൽ നമുക്ക് കണ്ട് കാഴ്ചയിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അസ്തനാരികമവിടമല്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 2-ാം അധ്യായത്തിൽ 7 സഭയെ കുറിച്ചുള്ള ദൂതാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എല്ലാ സഭകളോടും ദൂതറിയിക്കുമ്പോ എല്ലാ സഭയെയും കർത്താവ് പ്രശംസിച്ചു പറയുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ എപ്പോഴും എല്ലാ സഭയും പ്രശംസിച്ചാണ് ഇടുന്നത്. നമ്മളാണേലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ദ്രോഹം ചെയ്യുന്നവനാണെങ്കിലും നമുക്കെതിരെ ഹല്ലേലൂയ തിന്മയായി പറയുന്ന വ്യക്തിയാണെങ്കിലും, അച്ഛാ എന്നാണ് വിശേഷം, അച്ഛാ നല്ല സന്തോഷവാനാണല്ലോ, അച്ഛനെ കണ്ട എനിക്ക് വലിയ സന്തോഷമുണ്ട് കേട്ടോ, അച്ഛനെ എനിക്ക് വലിയ ഇഷ്ടമാണെന്നൊക്കെ പറയണം. ഹല്ലേലൂയ. ഒന്ന് പ്രശംസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്. 2 സ്ഥലത്തോടും ആ ചൊടിയൊക്കെ എന്ന് വെച്ചാൽ വെറുപ്പോട് കൂടി കീഴോട്ട് നോക്കുന്ന അവസ്ഥയാ പലപ്പോഴും. എന്നിട്ട് ഹല്ലേലൂയ കൈയൊക്കെ കൊടുക്കുന്ന പല പ്രത്യേക രീതിയിലാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയം എന്നോട് ശുഭമായിരിക്കുന്നെങ്കിൽ എന്റെ വലം കൈ ഒന്ന് നീട്ടാൻ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയാൻ തക്കവണ്ണം ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം. 7 വർഷം തളർന്നു കിടന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഒരു സഭയിലെ സെക്രട്ടറി ചെല്ലുകയാണ്. വലിയ കൃപാവരങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവദാസനോട് ചേർന്ന് നടക്കുക മാത്രമേ ഇട്ടുള്ളൂ. അദ്ദേഹം ആ സഹോദരനെ കണ്ടിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു സ്തോത്രം കൊടുക്കാൻ ആ കൈ നീട്ടിയപ്പോൾ 7 വർഷം ആ തളർന്നു കിടന്ന വ്യക്തി, കൈകൾക്ക് ചലനമില്ലാത്തവൻ, പ്രത്യാശയോടെ ആ സ്തോത്രത്തിന്റെ ശബ്ദത്തെ ഒന്ന് പ്രതികരിച്ചതാണ്. അദ്ദേഹത്തിന്റെ കൈകൾ ചലിക്കുവാനിടയായി. ഹല്ലേലൂയ. ക്രമേണ അദ്ദേഹം രോഗത്തിൽ നിന്ന് വിമുക്തി നേടുവാനിടയായി. അതാണ് ദൈവത്തിന്റെ ആത്മാവിന് ശക്തി. ഹല്ലേലൂയ. പെട്ടെന്ന് പോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത് പ്രശംസിച്ചു പറയുന്നു. 2, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ഏത് പ്രവചനത്തിലും ആര് പ്രവചിച്ചാലും ഏത് ദൈവദാസി പ്രവചിച്ചാലും പ്രൈസ് ദി ലോർഡ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കാത്ത, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താത്ത പ്രവചനമൊന്നും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാമത്, നിന്നിൽ ഒരു കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. നല്ല പ്രവൃത്തിയെ പ്രശംസിക്കുന്നതോടൊപ്പം ജീവിതത്തിന്റെ പരാജയത്തെ പാപബോധമുളവാക്കുന്നതാണ്. ഹല്ലേലൂയ. ഇവിടെ 6 സഭയോടും പ്രവചിക്കുമ്പോൾ ഹല്ലേലൂയ അരുളപ്പാട് അറിയിക്കുമ്പോൾ പാപബോധമുളവാക്കുന്ന കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയിൽ ദൈവജനത്തിന് പാപബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ, കുത്തുകൊള്ളുന്നില്ലെങ്കിൽ അവിടെ വിടുതലില്ല. അവിടെ പ്രവർത്തിക്കുന്നത് ദൈവികമെന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. പാപബോധമില്ലാതെ ആരാധിക്കുന്നവൻ ഹല്ലേലൂയ എന്താണ് മനുഷ്യൻ? ഹല്ലേലൂയ. ഒരുവൻ നോട്ടത്തിൽ, ചിന്തയിൽ, സംസാരത്തിൽ എപ്പോഴും കുറവുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. പാപബോധമുളവാക്കണം. ഹല്ലേലൂയ. കൊത്തുകൊള്ളുന്നവരായ നമ്മുടെ ശുശ്രൂഷയിൽ ഹല്ലേലൂയ. മറ്റൊന്ന് ഹല്ലേലൂയ, ഈ തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ കുറവശങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ് ദൈവം നൽകുന്ന ചില വാഗ്ദത്തങ്ങളാണ് ഹല്ലേലൂയ ഇവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവം വാഗ്ദത്തങ്ങൾ നൽകുന്നത് പാപബോധമുണ്ടായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ജീവിതത്തെ ക്രമീകരിച്ച് അനുദവിച്ച് വരുന്നവർക്ക് ദൈവം തന്റെ വാഗ്ദത്തം, ജീവന്റെ കിരീടം, ഹല്ലേലൂയ, ജീവവൃക്ഷത്തിന്റെ ഫലങ്ങൾ, അങ്ങനെ ഓരോ സഭയ്ക്കും ഓരോ നിലയിലാണ് ദൈവമായ കർത്താവ് ഹല്ലേലൂയ കൊടുക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, വരുന്നു, പ്രവചിക്കുന്നു, അനുഗ്രഹം വരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പണം മാത്രമാണ് പറയുന്ന ഈ ദിവസങ്ങളിൽ. അമ്മാമേ സാരമില്ല, ധൈര്യമായിട്ടിരുന്നു, പുതിയ കാർ മേടിക്കാം. ഹല്ലേലൂയ. പുതിയ കാർ മേടിക്കാനാണോ കർത്താവ് നിന്നെ രക്ഷയുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? അല്ല, ക്രിസ്തുയേശുവിന്റെ നല്ലവടനായി എന്നോട് ചേർന്ന് കഷ്ടം അനുഭവിക്കാൻ, സുവിശേഷ വേലയുടെ വലിയൊരു ദർശനം, മറ്റുള്ളവരെ ശിഷ്യനാക്കുവാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയൊക്കെ വേർപെട്ട് ശുശ്രൂഷിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ ആരും അംഗീകരിക്കണമെന്നില്ല. അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലേലും ദൈവവചനത്തിന്റെ ആധികാരിക ഒരിക്കലും കുറയാതെ വണ്ണം അതിശക്തിയോടെ പ്രസംഗിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അല്ലെ, 2-3 അധ്യായം 7 സഭയോടുള്ള ദൂതിൽ അവസാനിക്കുന്നു. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇവിടേക്ക് കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ അറിയിക്കാമെന്ന് പറയുന്നു. യോഹന്നാൻ
ആത്മാവിലാണോ ജഡത്തിലാണോ എന്നറിയില്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലേക്ക് കരകയറി പോകുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൽ സിംഹാസനം ഇരിക്കുന്നു. സിംഹാസന ചുറ്റും ഹല്ലേലൂയ 24 മൂപ്പന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സിംഹാസന ചുറ്റും ഒരു പച്ച മരതക വില്ല് കാണുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, സിംഹാസനത്തിരിക്കുന്ന പത്മരാഗത്തോടും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സദൃശനായവനാണ്. ഹല്ലേലൂയ. സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശനാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കണം, ശൂലേമി തന്റെ പ്രിയനെ കുറിച്ച് പറയുന്നു, എന്റെ പ്രിയനോ 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരൻ. ഹല്ലേലൂയ. അവൻ വെണ്മയും ചുവപ്പുള്ളവൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയൻ 10,000-ങ്ങളിൽ ശ്രേഷ്ഠനാണ്. അവൻ വെണ്മയും ചുവപ്പുള്ളവനാണ്. ഹല്ലേലൂയ. എവിടുന്ന് കർത്താവിനെ നോക്കിയാലും കാണുന്നത് അവൻ പത്മരാഗമാണ്. അവൻ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. സൂര്യകാന്തം എന്തിനെ കാണിക്കുന്നു? അവൻ വീണ്ടെടുക്കുന്നവനാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ തളർന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, പ്രതിസന്ധിയുടെ നടുവിൽ നിന്നെ വീണ്ടെടുക്കുവാൻ കഴിയുന്നവൻ, 10,000-ങ്ങൾ അതിശ്രേഷ്ഠനായവൻ, പരിശുദ്ധനായവൻ. ഹല്ലേലൂയ. നിന്നെ വീണ്ടെടുക്കുവാൻ കഴിയുന്നവനാണ്. ആ വീണ്ടെടുപ്പുകാരനെ ഇന്ന് രാത്രി സ്തുതിച്ച്, ആ വീണ്ടെടുപ്പുകാരനെ ഇന്ന് രാത്രി ആത്മനിറവിൽ ദൈവത്തെ ഒന്ന് ആരാധിച്ച്. ഹല്ലേലൂയ. ജീവനാധികമവിടെ വിലവിധവന ജാനാധികന വൈഡാനികമവിടവന. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ഹല്ലേലൂയ ഭവനത്തിന്റെ മുറികളിൽ നിങ്ങളായിരിക്കുമ്പോൾ, ദൈവവചനം സംസാരിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറയുവാൻ ദൈവാത്മാവ് നിങ്ങളെ ശക്തീകരിക്കുന്നവർ അതിശക്തിയോടെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുക. ശുശ്രൂഷ മണ്ഡലങ്ങൾ, അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ശക്തിയോടെ എഴുന്നേൽക്കുന്നുവെങ്കിൽ ആത്മനിറവിൽ അവനെ ശാസിച്ച ഹല്ലേലൂയ ശക്തിയോടെ ശുശ്രൂഷ വിജയിപ്പിക്കുക. ഞാൻ നിങ്ങളുടെ മധ്യേ പ്രസംഗിക്കുന്ന മാത്രമേ ഉള്ളൂ, എന്നാൽ ദൈവം പറയുന്നു, നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുകയാണ്. ഇന്ന് രാത്രി പലയിടങ്ങളായിരുന്നു കൊണ്ട് നാം ഒന്നിച്ചാണ് ഈ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നത്. അന്ധകാരത്തിന്റെ മണ്ഡലത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട്, ദുഷ്ടന്റെ കോട്ടയെ ഇടിച്ചു കളഞ്ഞുകൊണ്ട് നാം ഒന്നിച്ച് ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ആരാധിച്ചു ദൈവമക്കൾ അതിശക്തിയോട് ഈ ശുശ്രൂഷ വിജയിപ്പിക്കുക. ജീവാനുഗമവിടെ വിലിവിധവന ജാനാനുഗമവിടവന 10,000-ങ്ങൾ അതിശ്രേഷ്ഠനായവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ വീണ്ടെടുക്കുന്നവനാണ്. ഹല്ലേലൂയ. എവിടുന്നെല്ലാം വീണ്ടെടുക്കുന്നു എന്ന് ഹല്ലേലൂയ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. ഒരു കാര്യം നോക്കുക, ഹല്ലേലൂയ ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? ഹല്ലേലൂയ അവന്റെ ചുറ്റും ഒരു പച്ച മരതക വില്ല് കാണാം. ഈ സ്വർഗത്തിലിരിക്കുന്ന സർവശക്തനായ കർത്താവിനെ ഹല്ലേലൂയ കാണുമ്പോൾ എവിടെ നോക്കിയാലും, ഏതാങ്കിലും ലോകത്തിന്റെ എവിടെ നോക്കിയാലും ഒരേ ഒരു കാഴ്ച കാണുന്നു. ഈ കർത്താവിന് ചുറ്റും ഒരു പച്ച മരതക വില്ല് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ഇസ്രായേലിൽ നോക്കിയാലും, ഗൾഫ് നാട്ടിൽ നോക്കിയാലും, കേരളത്തിന്റെ മണ്ണിൽ നോക്കിയാലും, അമേരിക്കയുടെ മണ്ണിൽ നോക്കിയാലും, ഈ ഹല്ലേലൂയ സദൃശരായവനെ ഹല്ലേലൂയ ഇവന്റെ ചുറ്റും ഒരു പച്ച മരതക വില്ലുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് പുറകോട്ട് വരാം. ഈ വില്ല് എന്തിനെ കാണിക്കുന്നു? ദൈവം നോഹയോടൊരു കാര്യം പറയുന്നു. നോഹേ, ഇനി ഞാൻ ജലപ്രളയത്താൽ മനുഷ്യരെ നശിപ്പിക്കത്തില്ല. ഞാനും നീയുമായി ഒരു നിത്യ നിയമം ചെയ്യാണ്. ഈ സമയത്തൊക്കെയും ആകാശത്തിൽ ഒരു വില്ല് കാണാം. ഈ വില്ല് കാണുമ്പോൾ നീ മനസ്സിലാക്കണം, സർവശക്തനായ ദൈവം ലോകത്തോട് നിന്നോട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? എന്ന് രാത്രി മനസ്സിലാക്കുക. ഏത് സ്ഥലത്ത് എങ്ങനെ നോക്കിയാൽ, എപ്രകാരം പ്രാർത്ഥിച്ചാലും ഒരു വ്യവസ്ഥയുടെ ഹല്ലേലൂയ, ഒരോടമ്പടിയുടെ വില്ല ദൈവത്തിന്റെ ചുറ്റും കാണുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ അവസ്ഥയനുസരിച്ച് പ്രവർത്തിക്കല്ല, അവനൊരു വ്യവസ്ഥയുണ്ട്. നീ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് പ്രാർത്ഥിച്ചാലും, ഏത് വിഷയത്തിന് അടിമെന്ന് പ്രാർത്ഥിച്ചാലും അവൻ അവസ്ഥയ്ക്കനുസരിച്ച് പ്രവർത്തിക്കല്ല, അവൻ വ്യവസ്ഥയിലൂടെ പ്രവർത്തിക്കുന്നതാണ്. ഈ വ്യവസ്ഥയിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തെ സ്തുതിച്ച്
പ്രൈസ് ദി ലോർഡ്. പലരും പറയാറുണ്ട്, കർത്താവേ നീ എന്റെ അവസ്ഥ അറിയുന്നില്ലയോ? പ്രൈസ് നിശ്ചയമായി അറിയുന്നുണ്ട്. നിന്റെ കാര്യം നിന്നെക്കാൾ അറിയുന്നവൻ. അല്ലെങ്കിൽ നിനക്ക് ഇപ്പോൾ സംഭവിക്കുന്ന നിനക്കറിയത്തുള്ളൂ. എന്നാൽ നീ 10 വർഷം കഴിഞ്ഞ് നിനക്ക് സംഭവിക്കുന്നത് നിന്നെക്കാൾ ഉപരി അറിയാവുന്നവനായ സർവശക്തനായ ദൈവം പറയാണ്, ഞാൻ അവസ്ഥ അറിയുന്നവനാ, പക്ഷേ വ്യവസ്ഥ വിട്ട് ചെയ്യത്തില്ല. ലോകത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവത്തിൽ ഇന്ന് രാത്രി മനസ്സിലാക്കുക, സർവശക്തൻ വ്യവസ്ഥ വിട്ടൊന്നും ചെയ്യുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. വ്യവസ്ഥയോട് മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ കേട്ടോ. അവസ്ഥ അറിഞ്ഞ് ചെയ്യുന്നവനല്ല. അവസ്ഥ കർത്താവിനറിയാം, പക്ഷേ വ്യവസ്ഥയിൽ നിന്ന് അവൻ മാറത്തില്ല. അവൻ ഹല്ലേലൂയ സർവശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവീയ അവസ്ഥയ്ക്ക് മുമ്പിൽ ഹല്ലേലൂയ എത്തപ്പെടുവാൻ, ഹല്ലേലൂയ ദൈവകൃപയിൽ മുമ്പിൽ എത്തപ്പെടുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ ആ രൂത്തിനോട് പറഞ്ഞ പോലെ ഇസ്രായേലിന്റെ ചിറകിന്റെ മറവിൽ അഭയം പ്രാപിക്കുവാൻ നിനക്ക് ഹല്ലേലൂയയായത് ഭാഗ്യമെന്ന് പറയുന്ന ആ ഭാഗ്യപദവിയിലെത്താൻ ഹല്ലേലൂയ നമുക്കിടയായത് ഓർത്തുകൊണ്ട് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്വർഗീയ ദർശനങ്ങളാണ്. ഞാൻ വളരെ പെട്ടെന്ന് മുമ്പോട്ട് പോകാം, വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. എന്നാൽ 5-ാം അധ്യായത്തിൽ ശക്തനായൊരു ദൂതന്റെ കയ്യിൽ ഒരു വലിയ പുസ്തകം ഇരിക്കുന്നു. അതിന്റെ അകത്തും പുറത്തും എഴുതപ്പെട്ടിരിക്കുന്ന ചില ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. ആ പുസ്തകം തുറക്കുവാനോ അതിനെ മുദ്ര പൊട്ടിപ്പാനോ ആരെയും കാണായകൊണ്ട് യോഹന്നാൻ കരയുവാൻ തുടങ്ങി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോട് കേൾക്കുക. ആവർത്തന പുസ്തകം 28-ാം അധ്യായം എടുക്കണ്ട. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. എന്ന് രാത്രി മനസ്സിലാക്കണം. ദൈവമക്കളെ, അനുഗ്രഹം എവിടെയാണേലും അവർക്ക് അനുഗ്രഹമാണ്. അകത്തു വരുമ്പോൾ അനുഗ്രഹമാണ്, പുറത്തു പോകുമ്പോൾ അനുഗ്രഹമാണ്. എന്നാൽ ഇന്ന് രാത്രി സ്വന്തം മനസ്സാക്ഷിയോട് ചോദിച്ചേ, നീ ഭവനത്തിൽ വരുമ്പോൾ അനുഗ്രഹമുണ്ടോ? നീ പുറത്തും അനുഗ്രഹമുണ്ടോ? നീ ജോലിക്ക് പോകുമ്പോൾ അനുഗ്രഹമുണ്ടോ? ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അനുഗ്രഹമുണ്ടോ? ഭവനത്തിൽ വരുമ്പോൾ ഒരു സമാധാനമുണ്ടോ? പുറത്തു പോകുമ്പോൾ സമാധാനമുണ്ടോ? സ്വസ്ഥതയുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി പറയുക, അകത്തും പുറത്തും അതിനെ ബന്ധിച്ചിരിക്കുന്ന ഈ ബന്ധനത്തിന്റെ കെട്ടുകളെ അഴിക്കുവാൻ തക്കവണ്ണമായി ഒരുവനുണ്ട്. അന്യായമായി ബന്ധിച്ചിരിക്കുന്ന പല പ്രിയപ്പെട്ടവരെ, രോഗത്താൽ ബന്ധിച്ചിരിക്കുന്ന ജീവിതങ്ങളെ കാണുകയാണ്. നാളുകളായി ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുന്നു. എന്നാൽ രോഗത്തിന്റെ ആത്മാവ് ശ്വാസം വലിച്ചു വിടുവാൻ പോലും കഴിയാതെ വണ്ണം അന്യായമായി പോരാടുന്ന പോരാട്ടങ്ങൾ, ജീവനാരികവിടവല അസ്ഥിയുടെ തീരുമാനങ്ങൾ, അടച്ചു കെട്ടുന്ന പോലെ ആരാധിക്കുവാൻ കഴിയാതെ വണ്ണം ആരാധന നേരത്തെ ശരീരത്തെ വലിഞ്ഞു മുറുക്കുന്ന പോരാട്ടങ്ങൾ, ഇന്ന് രാത്രി ചില സർപ്പദോഷങ്ങളാൽ ജീവാനുഗമ കാലുകൾക്കും ഹല്ലേലൂയ ശരീരഭാഗങ്ങളും സ്കിന്നിന് പ്രോബ്ലമായി ശരീരം ഹല്ലേലൂയ പാറ പോലെ കട്ടിവിടുന്ന ചില രോഗത്തിന്റെ ആത്മാവുള്ള സഹോദരിമാർ അകത്തും പുറത്തും അടച്ചു കെട്ടി ചില ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്ന വിഷയത്തിന് എന്ന് രാത്രി നീ അകത്തു വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ അകത്ത് വന്നാലോ പുറത്തു പോയാലോ അനുഗ്രഹിക്കപ്പെടാൻ കഴിയാതെ വേണം. നിന്റെ കൂടാരത്തിൽ രോഗമിട്ടുകൊണ്ട്, അതേ ശരീരത്തിൽ രോഗമിട്ടുകൊണ്ട് പോരാടി ആവരിക്കുന്ന ചില പോരാട്ടങ്ങൾ ഇന്ന് രാത്രി അതിമേലാണ് ഒരു വിടുതലെടുക്കേണ്ടത്. ഹല്ലേലൂയ. അകത്തു വന്നാൽ അനുഗ്രഹമില്ല, പുറത്തു പോയാൽ അനുഗ്രഹമില്ല. കൂലിക്കാരൻ ഒട്ടസഞ്ചിയിൽ കൂലി വാങ്ങുന്ന പോലെ നിന്നെ നന്മ മുടങ്ങുമ്പോൾ നീ മനസ്സിലാക്കണം, നിന്നെ ബന്ധിച്ചിരിക്കുന്ന ചില അന്യായ ബന്ധനങ്ങളുണ്ട്. ഈ ബന്ധനങ്ങളെ ഇന്ന് രാത്രി പൊട്ടിക്കുവാൻ, അതിനെ തകർത്ത് കളയുവാൻ നീ ഒന്ന് എഴുന്നേറ്റ് ശിംശോനെ പോലെ ഒന്ന് ജടകുടഞ്ഞ് എഴുന്നേറ്റ് അകൃത്യങ്ങളെ ദൈവമാകുന്ന ഏറ്റുപറഞ്ഞ് ദുർവശങ്ങളെ ദൈവം ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ ഉറങ്ങിപ്പോയ വഴികൾ, അറിയാതെ ഉറങ്ങിപ്പോയ വഴികൾ, ലോകമാകുന്ന ദലീലയിൽ ഹല്ലേലൂയ വഴിയിൽ ഉറങ്ങിയ ചില അനുഭവങ്ങൾ, ലോകത്തിന്റെ ഇൻപങ്ങളിലൂടെ സോഷ്യൽ മീഡിയ ഹല്ലേലൂയ വാട്സ്ആപ്പ് ഹല്ലേലൂയ ഫേസ്ബുക്ക്
നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ ക്രമീകരിക്കാം. ഈ ദുലിയലയുടെ മടിയിൽ നമുക്ക് കിടക്കേണ്ട. ഹാലലുയ. എന്റെ ചിന്തകളാണ് ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ. നിങ്ങളതിനെ അതേ നിലയിൽ മാത്രമേ എടുക്കാവുള്ളൂ. വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. വൈഡാനാക അന്താനാക ലോകം നൽകുന്ന ഈ ഹല്ലേലൂയ സ്വത്രം മടിത്തട്ടിൽ നിന്ന് അല്ലെ സന്തോഷത്തിൽ നിന്ന് നമുക്ക് പോകാം. ഹല്ലേലൂയ. സദൃശവാക്യം ഹല്ലേലൂയ നമ്മ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഒരു മനുഷ്യന് ഹല്ലേലൂയ തന്റെ വഴി ചൊവ്വായി തോന്നും, എന്നാൽ ഇതിന് അവസാനമോ ഹല്ലേലൂയ മരണമായിരിക്കും. അല്ലെ ലോകത്തിൽ ചൊവ്വായി തോന്നുന്ന പലതും നമ്മെ മരണത്തിലേക്ക്, നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻസ്റ്റാഗ്രാമും ഹല്ലേലൂയ സ്വത്രം വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഒക്കെ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ നമ്മെ നിയന്ത്രിക്കുവാൻ ഹല്ലേലൂയ അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഭർത്താവിന് ഹല്ലേലൂയ കാപ്പി പോലും കൊടുക്കാതെ രാവിലെ ഹല്ലേലൂയ അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കാതെ പ്രാർത്ഥനയാന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഹല്ലേലൂയ നോക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം അദ്ദേഹം വന്നത് ചീത്തേതെറിയും പറഞ്ഞിട്ട് ഓടി ഹല്ലേലൂയ വണ്ടിയെ കയറാൻ പോകുന്ന അവസ്ഥയും രാഗി പോകുന്ന അവസ്ഥയൊന്നും ഹല്ലേലൂയ ദൈവദാസിമാർക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഈ ഗ്രൂപ്പിൽ ആർക്കും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ഹല്ലേലൂയ ഇതിന്റെ മീതെ ഹല്ലേലൂയ അതിജീവിച്ചവരും ഭക്തരായ ദൈവദാസിമാരും ദൈവദാസന്മാരുമായകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കും. അതെ, ഇവിടെ നാം കാണുന്നത് അകത്തും പുറത്തുമായി മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. ചില മുദ്രകൾ മുദ്രയെ പൊട്ടിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമുക്കറിയാം മത്തായി സുവിശേഷം 28-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്ന 27-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പീലാത്തോസും ഹെരോദാവും ന്യായശാസ്ത്രിമാരും പരീശന്മാരും എല്ലാം ഒരുമിച്ചുകൂടി യേശുവിന്റെ കല്ലറ, അരിമത്യയിലെ ജോസഫിന്റെ കല്ലറ, യേശു കല്ലറയിൽ ഒടുങ്ങിത്തീരുമെന്ന് പറഞ്ഞ പടയാളികളെ കാവൽ നിർത്തി റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് എന്ത് ചെയ്തു? ഹല്ലേലൂയ സീരിയൽ വെച്ചിരിക്കുകയാണ്, മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം സംഭവിച്ചു. എന്താ സംഭവിച്ചത്? പ്രൈസ് ദി ലോർഡ്. മൂന്നാം നാൾ യേശുവിന്റെ കല്ലറ മുദ്രയെ പൊട്ടിക്കുവാനിടയായി. ഒന്ന് ദൈവത്തെ സ്തുതിക്കാവോ? നിങ്ങളുടെ ഹല്ലേലൂയ അതിനെ ചലിക്കാത്തതിൽ ഞാൻ വളരെ ഭാരപ്പെടുന്നു. ഹല്ലേലൂയ. മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. മുദ്ര തകരുവാനിടയായി. ഹല്ലേലൂയ. രാജ്യത്തിന്റെ മുദ്ര, അതേ ഭരണാധികാരി വാഴ്ചകളായുള്ള ഹെരോദാവും പീലാത്തോസും ന്യായശാസ്ത്രിമാരും പരീശന്മാരും ഒരുമിച്ച് ചേർന്നിട്ട് മുദ്രയെ പൊട്ടിച്ചവനാണ് നിന്റെ കർത്താവ്. യെസ്, യെസ്. എന്നാൽ റോമാലേഖനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ക്രിസ്തുയേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ വാക്യം പറ ആത്മാവ്. ക്രിസ്തുയേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവ് തന്നെയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവദാസന്മാർ പ്രാപിച്ച ആത്മാവ്, മറ്റൊരാത്മാവല്ല കേട്ടോ. ആ ഉയർപ്പ് യേശുവിനെ കല്ലറയിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് പ്രാപിച്ച ദൈവത്തില് നീ കരം തട്ടിയോ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. ആ ആത്മാവിൽ നിന്ന് ദൈവത്തെ ആരാധിച്ച് ബന്ധനങ്ങളെ തകർക്കുവാൻ കഴിയുന്ന, മുദ്രകളെ പൊട്ടിക്കുവാൻ കഴിയുന്ന ആത്മാവിനെ, അതേ യേശു ക്രിസ്തുവിന് പകർന്ന അതേ ആത്മാവിനെ, അല്ലെങ്കിൽ മർക്കോസിന് വാലികപുരിയിൽ 120 പകർന്ന ആത്മാവിനെ, അതേ ആത്മാവിനെ 2026 നമ്മളെ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരാധിച്ചാൽ ബന്ധനങ്ങൾ തകരുവാനിടയാൻ കേട്ടോ. ആരാധിക്ക ദൈവത്തിലെ ആത്മാവിന് അന്യഭാഷയിൽ ദൈവത്തിലെ നിന്റെ മുമ്പിൽ ബന്ധനം കാണില്ല, മുദ്രകളെ കാണത്തില്ല. ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ശക്തിയോടെ ആരാധിക്ക ദൈവദാസിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഭക്തന്മാരും ശ്രേഷ്ഠന്മാരുമായ എന്റെ മുമ്പിലായിരിക്കുന്ന ശക്തന്മാരായ ദൈവദാസന്മാരെ ആരാധിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അന്യായമായി ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പോകണം. ശീബ വൈഡരാതെ ചില പ്രിയപ്പെട്ട രോഗമിട്ട് പോരാടി ശരീരത്തിൽ സർപ്പദോഷം കൊണ്ട് സ്കിന്നുകളിൽ പോരാടുന്ന ചില പോരാട്ടത്തെ ഇന്ന് രാത്രി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 1-2 വാക്യം പറയുന്നത്, അന്നാളിൽ യഹോവ കടുപ്പവും വലുപ്പമുള്ള തന്റെ ബലമുള്ള വാളുകൊണ്ട് ദുരസർപ്പമായ ലിവ്യാഥാനെ, വക്രസർപ്പ ലിവ്യാഥാനെ സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ കൊന്നുകളെന്ന വചനപ്രകാരം സർപ്പദോഷത്താൽ സ്കിൻ
പ്രോബ്ലമായി രോഗിയായി ഭാരപ്പെടുന്ന ദൈവദാസനെ, ദൈവമക്കളെ, അതിന്റെ പോരാട്ടം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവര് പോരാടുന്ന ലിവ്യാതന്റെ തല യഹോവയുടെ കടുപ്പോ വലുപ്പമുള്ള വാളിനാൽ ഇന്ന് രാത്രി ഛേദിക്കപ്പെടാൻ ഏൽപ്പിക്കുന്നു. യെസ്, അന്നാളിലെ ഹോവ, അതെ ഇന്ന് രാത്രി ഹോവ തന്റെ ബലമുള്ള വാള് കൊണ്ട്, കടുപ്പോ വലുപ്പമുള്ള തന്റെ ബലമുള്ള വാള് കൊണ്ട് സമുദ്രത്തെ സർപ്പത്തെ യേശുവിന്റെ നാമത്തിൽ കൊന്നുകളെ വരേൽപ്പിക്കുന്നു. അത് ദൂതന്റെ ശക്തി ഛേദിക്കപ്പെടുമ്പോൾ ഇപ്പോൾ ചില സ്കിന്നിന്റെ രോഗങ്ങൾ മാറിപ്പോട്ടെ, ചില സ്കിന്നിന്റെ രോഗങ്ങൾ മാറട്ടെ. കാലുകൾ തടിപ്പായി അല്ലെങ്കിൽ സ്കിൻ കട്ടി പിടിച്ച അതേ രോഗമായി വെളിപ്പെടുന്ന ചില പോരുകൾ മാറട്ടെ. യെസ്, അകത്തും പുറത്തുമായി ബന്ധിച്ചിരിക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ. ഇന്ന് രാത്രി നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. ചില ന്യായ ബന്ധനങ്ങൾ ഇന്ന് രാത്രി തകരട്ടെ, ചില യുഗത്തിന്റെ കെട്ടുകൾ തകരട്ടെ, ചില പാരമ്പര്യത്തിന്റെ പോരുകൾ തകരട്ടെ. പിതാക്കന്മാരിലേക്ക് കടന്നു വരുന്ന ചില പാരമ്പര്യ രോഗങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോട്ടെ. ഷുഗർ, ഹല്ലേലൂയ, അതേ പാരമ്പര്യ രോഗം മാറട്ടെ. ഹല്ലേലൂയ, പ്രഷർ പാരമ്പര്യ രോഗം മാറട്ടെ. ഹല്ലേലൂയ, ഹാർട്ട് അറ്റാക്ക് പാരമ്പര്യ രോഗം മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ ഗ്രൂപ്പിൽ പാരമ്പര്യത്തിന്റെ രോഗങ്ങളിട്ട് പോരാടുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രി ഇന്ന് രാത്രി ഒരു വലിയ വെല്ലുവിളിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പുസ്തകം തുറക്കുവാനോ അതിന്റെ മുദ്ര വെട്ടിപ്പാനോ ആരെ കാണായാൽ യോഹന്നാൻ കരയുവാൻ തുടങ്ങി. ഏറ്റെടുക്കുവാൻ പലരും കാണത്തില്ല. നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിൽ ഒരു വീണ്ടെടുപ്പുകാരനെ കാണാൻ പറ്റി. ഇന്നത്തെ പല പാസ്റ്റർമാർക്ക് തുല്യമായ വീണ്ടെടുപ്പുകാരാണ്. മരിച്ചുപോയ മകളോന്റെ ഭാര്യയായ മോവാബ് ദേശത്ത് തീരുമാനം പ്രതിഷ്ഠയെടുത്ത് വന്നൊരു പെൺകുട്ടിയുണ്ട്. അവിടെ തീരുമാനം ഇതാണ്: നിന്റെ ദൈവമാണ് എന്റെ ദൈവം, നിന്റെ ജനമാണ് എന്റെ ജനം. നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും. അല്ലെങ്കിൽ മരണത്താലല്ല നമ്മെ വേർതിരിപ്പാൻ പറ്റത്തില്ല പറഞ്ഞുകൊണ്ട് 10ാം തലമുറ ശപിക്കപ്പെട്ട തലമുറയിൽ നിന്ന് ഒരു രക്ഷിക്കപ്പെട്ട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദേശത്തേക്ക് പോകാതെ, തങ്ങളുടെ ദേവന്മാരുള്ള മണ്ണിലേക്ക് പോകാതെ യെരൂശലേമിലേക്ക് അമ്മായിയമ്മയോട് കൂടെ വരുന്നവൾ. അവൾ ആ തീരുമാനത്തോട് വരുന്നു. അവൾ അറിയാതെ ബോവസിന്റെ വയലിൽ വരുന്നു. ബോവസ് അല്ലെങ്കിൽ അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു, വീണ്ടെടുപ്പിന്റെ കാര്യം ക്രമീകരിക്കുന്നു. ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു: നാട്ടിൽ എന്നെക്കാൾ ശ്രേഷ്ഠനായ ഒരു വീണ്ടെടുപ്പുകാരുണ്ട്, അവൻ നിന്നെ വീണ്ടെടുക്കും. അവൻ വീണ്ടെടുത്തില്ലെങ്കിൽ അതിന് പുറകെ ഞാൻ ചെയ്തോളാം. അവിടുത്തെ വീണ്ടെടുപ്പും പ്രകാരം ചെരുപ്പൊക്കെ മാറി എഗ്രിമെന്റ് ഒക്കെ ചെയ്യുകയാണ്. അവിടെ എഗ്രിമെന്റ് ചെയ്തു. മരിച്ചുപോയ മകളോന്റെ വസ്തു മുഴുവൻ വീണ്ടെടുത്തു. സ്വത്രം പറഞ്ഞേ, മരിച്ചുപോയ മകളോന്റെ മുഴുവൻ വീണ്ടെടുത്തു. ഇപ്പൊ കേൾക്കാവോ? കോള് വരുന്ന. അപ്പൊ നാം പറഞ്ഞത്, മരിച്ചവന്റെ വസ്തുവക വീണ്ടെടുക്കുന്ന ആ വലിയ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുത്തു, വസ്തുവെല്ലാം വീണ്ടെടുത്തു. പെട്ടെന്ന് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, മോവാബ് ദേശത്ത് നിന്ന് മരിച്ചവന്റെ ഭാര്യയായ രൂത്ത് എന്ന് പറയുന്ന സഹോദരിയുണ്ട്, അവളെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോഴെ എന്ത് പറഞ്ഞു? എനിക്ക് പറ്റത്തില്ല, എന്റെ അവകാശം പോകും. അല്ലെ? വീണ്ടെടുപ്പ് അവിടെ അവസാനിപ്പിച്ചു. വസ്തുവല്ല, അല്ലെ? ആ സ്ഥലം മേടിച്ചോണ്ട് പുള്ളി പോയി. ഇന്നത്തെ പല പാസ്റ്റർമാർ എങ്ങനെയാ? വലിയ പോരാട്ടങ്ങൾ, പ്രതികൂലങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോ എന്റെ പൊന്ന ദൈവദാസനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം പറയുകയാണ്. പാസ്റ്റർ എന്താ പറയും? അമ്മാമ വലിയ പോരാട്ടം, അതൊന്നും എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാ, അല്ലേ? എന്നാൽ ആ നേരത്തെ ഒരു 500 നോട്ടോ 2 500 ഒക്കെ ഒന്ന് അല്ലെങ്കിൽ കയ്യിലോട്ട് കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? അതും പിടിച്ചോണ്ട് സ്വോത്രം പറഞ്ഞോണ്ട്, അല്ലെ? പണം എന്തേരം വേണേലും മേടിക്കുന്ന വീണ്ടെടുപ്പുകാരാ എന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ പറയുമ്പോ എന്നെ പോലുള്ളവർ ആരും ഇഷ്ടപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. നമ്മുടെ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന വീണ്ടെടുപ്പുകാരായിരിക്കണം, ശുശ്രൂഷകനായിരിക്കണം യഥാർത്ഥത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഒരു പേടിയില് പറയുന്നതിന് ഏത് വിഷയം ഏറ്റെടുക്കും. ഹല്ലേലൂയ. വ്യവസ്ഥ പ്രകാരമാണ്, ദൈവാത്മാവ് വിലക്കാത്ത ഏറ്റെടുക്കും.
എന്ന് പറഞ്ഞാൽ ദൈവത്തെ തള്ളിപ്പറയുന്നവന്റെ വിഷയം ഏറ്റെടുക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ രക്തം വില കൊടുക്കാത്തവന് അവന്റെ വിഷയം ഏറ്റെടുക്കത്തില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ അംഗീകരിക്കാൻ ഏത് രോഗിയായിക്കൊള്ളട്ടെ അവന്റെ വിഷയം ഏറ്റെടുക്കും. ഒരു വിഷയമില്ല. നൂറോമാവിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹല്ലേലൂയ. 6 മാസം ഒരാളെ മെഡിക്കൽ കോളേജിൽ കടത്തത്തുള്ളൂ. 6 മാസം ഒരു ദിവസം മുമ്പ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്ത് വിടും. വീണ്ടും വരും. അദ്ദേഹത്തിന്റെ കൈയും കാലും ദേഹമല്ല സ്കിന്നും എല്ലാം പലര് ചേന ചെത്തി വെച്ചിരിക്കും. ചേന എങ്ങനെ ചെത്തി വെച്ചതുപോലെയാണ്. ഭാര്യ പോലും അദ്ദേഹത്തിന്റെ കൈയെ പിടിക്കത്തില്ല. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന് ഇടയ്ക്കൽ ചെന്ന് ആദ്യമായി കാണുകയാണ്. അല്ലെ, ചീഞ്ഞെളിഞ്ഞിരിക്കുന്ന കൈ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം കൊടുത്തു. 12 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കുന്നു. അല്ലെങ്കിൽ കൈ മുഴുവൻ പഴുപ്പോടും ചലത്തോടും കൂടി സ്തോത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ച് സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. തുടർന്ന് ചില നാളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനും വിടുതൽ പ്രാപിക്കുവാനിടയായി. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏറ്റെടുക്കാൻ ഒരു ഭയവുമില്ല. അത് എത്ര ഹീനനാണെങ്കിലും, എത്ര അറപ്പുളവാക്കുന്ന വിഷയമാണെങ്കിലും, എത്ര ഭീകരമായ വിഷയമാണെങ്കിലും, ഹല്ലേലൂയ, ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പാം. ഇവിടെ വീണ്ടെടുക്കുവാൻ കഴിയാത്ത ഹല്ലേലൂയ പ്രതികൂലം നിൽക്കുകയാണ്. ഒരു വലിയ വെല്ലുവിളി നിൽക്കുകയാണ്. ആരേറ്റെടുക്കും? ആരെയും കരയാത്തപ്പോൾ, ആരും കാണാത്തപ്പോൾ യോഹന്നാൻ കരയുവാൻ തുടങ്ങി. ഇന്ന് രാത്രി പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ കരയുവാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരുവൻ വെളിപ്പെടുവാനിടയാ. ഹല്ലേലൂയ. പ്രശ്നങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ പുലമ്പുക. എന്റെ വിഷയത്തിന് കാരണം ആ വ്യക്തിയാണ്, അല്ലെ എന്റെ ഭർത്താവാണ്, എന്റെ ഭർത്താവിന്റെ കുടുംബക്കാരാണ്. ഞാൻ ഈ വീട്ടിൽ കാലുകുത്തിയ നിമിഷം മുതൽ എന്റെ നാത്തൂരും ഹട്ടിയവരും എനിക്കെതിരെ ചെയ്തുകൊണ്ടാണ് എന്റെ ഗതികേടെന്ന് പറയുന്ന നിന്റെ വാക്കിവിടെ അവസാനിപ്പിക്കുക. നീ കരയ ദൈവസന്നിധിയിൽ നിനക്ക് വരുന്ന അനർത്ഥത്തെ കുറിച്ചോ കഷ്ടതയെ കുറിച്ചോ മറ്റുള്ളവന്റെ പേര് പറയാതെ, അല്ലേ മറ്റുള്ളവൻ ശപിക്കാതെ, നീ യേശുവിന്റെ മുമ്പാകെ, സർവശക്തന്റെ മുമ്പാകെ ഒന്ന് കരയുവാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരുവൻ വെളിപ്പെടും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും മൂടിയാട്ടെ. ഇനി ആരും കണ്ണു തുറക്കണ്ട. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ജീവനാനുഗവ ഹല്ലേലൂയ. യോഹന്നാൻ കരയുവാൻ തുടങ്ങി. കരയുന്ന പൈതലേ, നിനക്കാണ് മറുപടി. കരയുവാൻ ആര് തയ്യാറാകുന്നു? നിലവിളിക്കാൻ ആര് തയ്യാറാകുന്നു? ദൈവസന്നിധിയിൽ നിന്ന് കരയുന്ന തയ്യാറാകുന്നു? പ്രശ്നങ്ങളെ കണ്ടിട്ട് നിനക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഈ പുസ്തകം നിനക്ക് ഏറ്റെടുക്കുവാൻ കഴിയത്തില്ല. ഇതിനെ മുദ്ര വെട്ടിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. പ്രശ്നം പരിഹരിക്കാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ മുഴങ്കാലും അടക്കാൻ നിനക്ക് കഴിയും. ദൈവത്തെ ഉപസിക്കാൻ നിനക്ക് കഴിയും. കരയുവാൻ കഴിയും. ഹല്ലേലൂയ. കരയുവാൻ തയ്യാറുള്ള ദൈവദാസന്മാർ, മുഴങ്കാൽ മടക്കാൻ തയ്യാറുള്ള ദൈവദാസന്മാർ, ഇന്ന് രാത്രി കരയുവാൻ തയ്യാറായിക്കേ. ഇന്ന് രാത്രി നിലവിളിച്ച്, എനിക്ക് കഴിവില്ല കർത്താവേ ഈ വിഷയത്തെ പരിഹരിക്കുവാൻ, ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ പരിഹരിക്കുവാൻ, എന്റെ സഭയിലെ വിഷയത്തെ പരിഹരിക്കുവാൻ, എന്റെ സഭയിലെ വിഷയങ്ങൾ പരിഹരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ആത്മാക്കൾ കടന്നു വരുന്നില്ല. ദേശത്തിന്റെ അധിപതി ആത്മാക്കളെ ബന്ധിച്ചിരിക്കുകയാണ്. വടക്കും തെക്കും പടിഞ്ഞാറ് കിഴക്കുമായി ദേശത്തിന്റെ അധിപതികൾ ബന്ധിച്ചിട്ട് കെട്ടിയിരിക്കുകയാണ്. വടക്കിനോട് തരികെന്നും അടുത്തു വെക്കുന്ന പറഞ്ഞ കർത്താവേ, ദേശത്തിന്റെ അധിപതിയെ ശാസിച്ച എനിക്കൊരു വിടുതൽ, എന്റെ സഭാ ശുശ്രൂഷ അനുഗ്രഹത്തിനാൽ ആത്മാക്കളെ തന്നെ ആദരിക്കണമേ. കരഞ്ഞേ കരയുവാൻ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണിൽ തൊള്ളി താഴേക്ക് ഒഴുകട്ടെ. നിന്റെ ഹൃദയം ഒന്ന് പൊടിയട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ കരയുവാൻ തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോൾ യോഹന്നാനോട് മറുപടി ലഭിക്കുകയാണ്. എന്താണ് യോഹന്നാന് ലഭിച്ച മറുപടി? യഹൂദാ, കരയണ്ട യോഹന്നാനെ. ഇന്ന് രാത്രി കരയുന്നവർക്ക് ആശ്വാസത്തിന്റെ വാക്കുണ്ട് കേട്ടോ. കരയാൻ ആര് തയ്യാറാണോ അവർക്ക് ആശ്വാസത്തിന്റെ വാക്കുണ്ട്. അവരോട് ഇങ്ങനെ പറയുന്നു, കരയണ്ട യോഹന്നാനെ. ഗോത്രസിംഹവും ദാവീദിന്റെ വേരുമായ പുസ്തകവും അതിന്റെ 7 മുദ്ര തുറപ്പാൻ തക്കണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഒരു ജയാളി. ഗോത്രസിംഹവും ദാവീദിന്റെ വേരുമായവൻ
പുസ്തകവും അതിന്റെ 7 ഹല്ലേലൂയ തുറക്കുവാൻ, ഹല്ലേലൂയ എഴിപ്പാൻ, പൊട്ടിക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, നാം അംഗീകരിക്കുന്ന വിഷയത്തെ പരിഹരിക്കാൻ ഒരുവൻ ജയം പ്രാപിച്ചിട്ടുണ്ട്. അവൻ ആരാണ്? യഹൂദാ ഗോത്ര സിംഹവും ദാവീദിന്റെ വേരുമായവൻ. യോഹന്നാൻ കണ്ണുമൂടി യഹൂദാ ഗോത്ര സിംഹവും ദാവീദിന്റെ വേരുമായവനെ കാണുവാനായി കാത്തിരിക്കുമ്പോൾ അവിടെ കണ്ടത് ആരെയാണെന്നറിയാമോ? ഹല്ലേലൂയ, യോഹന്നാൻ കാണുന്നത് ഒരു സിംഹത്തെ പ്രതീക്ഷിച്ച അടിച്ചു കയറുന്ന സിംഹം. ഹല്ലേലൂയ, തലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് ഗൗരവ ശബ്ദത്തോടുകൂടി കടിച്ചു കയറുന്ന സിംഹത്തെ യോഹന്നാൻ കാത്തു നിൽക്കുമ്പോൾ അവൻ കണ്ട കാഴ്ച ഇതാണ്. ഹല്ലേലൂയ, ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എന്റെ മുമ്പിലിരിക്കുന്ന ദൈവദാസിമാർ എത്ര സുന്ദരികളാണ് എന്ന ഈ സൗന്ദര്യ മുഖത്തിന് വേണ്ടി ഹല്ലേലൂയ എന്റെ യേശു ഹല്ലേലൂയ പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് അടിയേൽക്കുവാനിടയായി, കോൽ കൊണ്ട് അടിയേൽക്കുവാനിടയായി അവനെ ഹല്ലേലൂയ ഒന്നുകൂറുകെ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നു. അവന്റെ പുറം മുഴുവതാൽ പോലെ കീറുന്നു. ഹല്ലേലൂയ, രക്തവും മാംസവും ഹല്ലേലൂയ ഹല്ലേലൂയ മുറിവിടുന്നു, ഹല്ലേലൂയ വീഴുന്നു, ഹല്ലേലൂയ അവന്റെ താടിയിലെ രോമങ്ങൾ വലിച്ചു പറിച്ചെടുക്കുന്നു. അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാണനായി ഹല്ലേലൂയ അവനെ കണ്ടാൽ രൂപഗുണമില്ല, തിരിച്ചറിയാൻ കഴിയാതവൻ അവൻ വിരൂപനായി തീരുവാനിടയായി. ഒരറക്കപ്പെട്ട കുഞ്ഞാട് നിനക്ക് വേണ്ടി തകർന്നുവെങ്കിൽ ആ കുഞ്ഞാട് പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഗോൽഗോത്തോളം ഹല്ലേലൂയ വഹിക്കുവാൻ കഴിയാത്ത ഒരു ഹല്ലേലൂയ ശരീരത്തിന്റെ ഉടമയായി ഹല്ലേലൂയ ഹല്ലേലൂയ ഗോൽഗോത്തായിലേക്ക് നടക്കുകയാണ്. വീണ്ടും എഴുന്നേറ്റ് നടക്കുമ്പോൾ യാതൊരു ദയമില്ലാതെ പടയാളികൾ അവനെ ഹല്ലേലൂയ വീണ്ടും അടിക്കുകയാണ്. ഹല്ലേലൂയ, അപ്പോൾ പിന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആ വലിയ കുരിശുമരം, പച്ച കുരിശുമരം അവന്റെ മുതുകിലേക്ക് വെക്കുകയാണ്. വിരൂപനായി തീർന്നവൻ ഇന്ന് രാത്രി എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര സുന്ദരിമാരാണ് ദൈവദാസന്മാര്, നിങ്ങൾ എത്ര ശ്രേഷ്ഠന്മാരാണ്, എത്ര മുഖസൗന്ദര്യമാണ്. എന്നാൽ എന്റെ യേശു നിനക്ക് വേണ്ടി തകരുവാനിടയായി. അവനെ കണ്ട രൂപഗുണമില്ല, തിരിച്ചറിയാൻ കഴിയാതെ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും അപമാനിക്കപ്പെട്ടും എന്തിനു വേണ്ടി? നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മുടെ വിഷയങ്ങൾ വീണ്ടെടുക്കുവാൻ വേണ്ടി. ആ പുസ്തകം തുറക്കുന്നവൻ മരിക്കുമെന്നുള്ളതാണ് പ്രമാണമെങ്കിൽ മരണത്തെ ആസ്വദിച്ചുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി രണ്ട് കള്ളന്മാരുടെ മധ്യേ മരിക്കുവാനിടയായി. ഹല്ലേലൂയ ഹല്ലേലൂയ, നമുക്ക് വേണ്ടി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവൻ മരണം വഹിക്കുവാനിടയായി. ആ കുഞ്ഞാടിനെയാണ് കാണുന്നത് അവിടെ. ഹല്ലേലൂയ, ജാനാരികവിടവല നമുക്ക് വേണ്ടി കാൽവടി നിങ്ങൾ തകരപ്പെട്ടവനായ നസ്രത്തുകാരൻ യേശുവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി വിഷയങ്ങൾ ഏൽപ്പിക്കുക. അവൻ മരിച്ചവനല്ല കേട്ടോ, മരണത്തെ ആസ്വദിച്ചവൻ. ഹല്ലേലൂയ. എന്നാൽ അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറയെ മരണത്തെ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ. ഹല്ലേലൂയ, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ, നിന്റെ വിഷയത്തെ പരിഹരിക്കാൻ കഴിയുന്നവൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഹല്ലേലൂയ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് കരയാം. നമ്മുടെ വിഷയങ്ങൾ കണ്ണുനീരോടെ ആ കർത്താവിന്റെ പാദപീഠത്തിൽ വെക്കാം. നമുക്ക് വേണ്ടി ജയാളിയ സകല മുഴങ്കാലുകളും മടങ്ങുന്ന അവന്റെ പാദപീഠത്തിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഇന്ന് രാത്രി വെച്ചു കൊടുക്കാം. ഗ്ലോറി. ആ പാദപീഠത്തിലേക്ക് ഇന്ന് രാത്രി വിഷയങ്ങൾ വെച്ചുകൊടുത്താൽ എല്ലാ വിഷയങ്ങൾക്കും ശാശ്വതമായ പരിഹാരം നൽകി ജനത്തിന്റെ ഇടയിൽ കുട്ടികാൽപരമായി ആനന്ദതയിലും കൊണ്ട് അഭിഷേകം ചെയ്തു. ഇപ്പോഴും നീ പാർക്കുന്നിടത്ത്, ഇപ്പോൾ നിന്റെ ചുറ്റുമുള്ള ശത്രുക്കളും ആകെ നിന്റെ ശിരസ് ഉയർത്തി നിന്നെ നടത്തുവാൻ കഴിയുന്നവൻ. ഇനി നീ നിന്റെ മുഖം വാടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആ പൊന്നുമുഖത്തേക്ക് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ആ പൊന്നുമുഖത്ത് നോക്കിയാൽ വ്യവസ്ഥയിലൂടെ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും ലഭിക്കുള്ളൂ. ആകയാൽ ദൈവിക വ്യവസ്ഥയിലൂടെ ഇന്ന് രാത്രി നമുക്ക് കർത്താവിന്റെ പാദപീഠത്തേക്കല്ല, സ്വർഗത്തിലെ ഭൂമിയിലെ എല്ലാവിധ ആത്മീയ ഭൗതിക നന്മകൾ കൊണ്ട് നിങ്ങളെല്ലാവരും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കണം പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി ശ്രമങ്ങൾ വേർതിരിച്ച കർത്താവ് ബഹുമാന്യ ദിവദാസിയോടും ഗ്രൂപ്പിലുള്ള ആത്മീയ പ്രിയപ്പെട്ടവരോടും വളരെ സ്നേഹത്തോടെ കരുതലോടെ എന്റെ വാക്കുകൾ ശ്രവിച്ച ക്രിസ്തുയേശുവിൽ ബഹുമാന്യ ദൈവദാസന്മാരോടും പ്രാർത്ഥന പോരാളികളായ എന്റെ സഹോദരിമാരോടും മാതാക്കളോടും ഒരുപോലെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. 1 മിനിറ്റ് മുന്നോട്ട് പോയി ഞാൻ ഖേദിക്കുന്നു, ക്ഷമിക്കണമെന്ന് ദൈവദാസിമാരെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.